സഫാരി. സ്റ്റേ ചെയ്ത റിസോർട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളായിരുന്നു ഈ ജീപ്പ് സവാരിക്ക് വേണ്ടിയിട്ട്. ഏതൊക്കെ ട്രക്കിംഗ് ആണ് ഉള്ളതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 പേർക്കും കൂടി 885 രൂപയാണ് ആയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് 4 പേർക്കുള്ള ഒരു ട്രക്കിംഗ് ആണ്. ഇതാണ് നമുക്ക് പോകാനുള്ള ഫോറസ്റ്റിന്റെ വണ്ടിക്ക് ഞാൻ കുറച്ച് പഴക്കം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അടിപൊളി വണ്ടിയായിരുന്നു നമുക്ക് വന്നിട്ടുള്ളത്. പുള്ളിയുടെ സ്ഥലം തിരുവനന്തപുരം മലയൻകീഴാണ്. ഇത് തെന്മല ഡാമിന്റെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പുള്ളി കുറച്ചു നേരം അവിടെ നിർത്തി തന്നു. എല്ലാ വ്യൂ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ തള്ളിപ്പിടിച്ചിരുന്നതാണ്. പക്ഷെ കട്ടറിലെല്ലാം കയറിയപ്പോഴേക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാം തീർന്നു. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ്. ഒരു കുന്ന് തീരുമ്പോൾ അടുത്ത കുന്ന് അങ്ങനെ കിടക്കുവാണ്. ഇവിടെ നമുക്ക് 1 മണിക്കൂർ ചെലവഴിക്കാവുന്നതാണ്. നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞ ഒരു കുട എടുക്കാൻ പറ്റിയില്ല. ഇതോ അങ്ങ് ദൂരേക്ക് വേറൊരു ഫാമിലിയൊക്കെ നിൽപ്പുണ്ട്. ഒരു അന്തവും ഇല്ല കുന്തവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നമ്മളങ്ങോട്ട് നടക്കുവാണ്. പിന്നെ കുറച്ചു നേരം തണല് കിട്ടുന്ന സ്ഥലം നോക്കി ഇരുന്നു. ഇവിടെ ഇരുന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി നേരെ ചൊവ്വയൊന്ന് ആസ്വദിക്കാൻ പറ്റിയത്. നല്ല ഭംഗിയായിരുന്നു ഈ തണലത്തിരുന്ന് ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. കാര്യം ഇവിടെ നിന്നുള്ള തണുത്ത കാറ്റൊക്കെ കൊണ്ട് നല്ല മൈൻഡ് റിലാക്സ് ആയി. ഈ ചൂടിനെ ഒന്ന് തണുപ്പിക്കാൻ ഈ വെള്ളത്തിന് സാധിച്ചു. ഈ വെള്ളമൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി കുളിക്കാൻ തോന്നി. നമ്മൾ ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് വേറൊരു കാര്യം കണ്ടത്. വേറൊന്നുമല്ല, കുറച്ചു നേരം കാലനക്കാതെ വെള്ളത്തിൽ വെച്ചപ്പോഴേക്കും കുറേ മീൻകുട്ടീസ് വന്ന് ഒരു ഫുഡ് സ്പാ തന്നെയായിരുന്നു കിട്ടിയത്. അത് 1-2 മീനുകളൊന്നുമല്ല, ഇഷ്ടം പോലെ മീനുകളുണ്ട്. അത് വലിയ സൈസും ഉണ്ട്, ചെറിയ സൈസും ഉണ്ട്. പക്ഷെ വലിയ മീനുകളൊന്നും അങ്ങനെ എടുക്കുന്നില്ല. ചെറിയ മിനിമം വീഡിയോയിൽ കാണുന്നത്ര സൈസുള്ള മീനുകളാണ് അടുത്തോട്ട് വരുന്നത്. പിന്നെ വലിയ സൈസുള്ള മീനുകൾ വന്ന് കൊത്തുമ്പോഴേക്ക് ചെറിയ രീതിയിൽ വേദനിക്കുന്നുണ്ട്. പക്ഷെ ചെറിയ മീനുകൾ കൊത്തുമ്പോൾ നല്ല ഇക്കിളാവുന്ന പോലെയാണ്. ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഇതായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ മാത്രമല്ല, ഹസ്ബൻഡും എൻജോയ് ചെയ്തത് ഇത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 1 മണിക്കൂറോളം ഇവിടെ ചെലവഴിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങാൻ വേണ്ടി തുടങ്ങി. 5 മണിയായി. 5 മണി വരെ ഇതുള്ളൂ. സത്യം പറഞ്ഞാൽ 5 മണിക്ക് ശേഷമാണ് ഇവിടെ കാണാൻ നല്ല ഭംഗിയും നല്ല തണുപ്പുമായിരിക്കുന്നത്. ഫോറസ്റ്റിൻ്റെതായിട്ടുള്ള തന്നെ സ്റ്റേയും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഒന്ന് എടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സർവീസാണ്. നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ്. അപ്പം നമ്മൾ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങുവാണ്. 1 മണിക്കൂർ പോയത് അറിഞ്ഞതേ ഇല്ല. അപ്പം നമുക്ക് തിരിച്ചു പോകാനുള്ള വണ്ടിയും വന്നിട്ടുണ്ട്. തെന്മലയുടെ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.